നമസ്കാരം. എൻ്റെ പേര് നിതിൻ എഫ് എന്നാണ്. ഞാൻ UCT ഹോസ്പിറ്റലിലെ കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റാണ്. ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം വാല്യൂ സിസ്റ്റത്തിൻ്റെ ആവശ്യകതയെ പറ്റിയാണ്. അതായത് നമ്മുടെ ജീവിതത്തിൽ മൂല്യമുള്ള ജീവിതത്തിൻ്റെ ആവശ്യകതയെ പറ്റിയാണ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് വാല്യൂ സിസ്റ്റം, അല്ലെങ്കിൽ ജീവിതത്തിൽ മൂല്യങ്ങളുടെ ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മൾ പ്രിഫർ ചെയ്യുന്ന അല്ലെങ്കിൽ ചൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രയോറിറ്റീസ് വി ആർ പ്രിഫറിങ് സംതിങ് എബോവ് സംതിങ് എൽസ് ആണ്. അതായത് ഒന്നിൻ്റെ മേൽ വേറൊന്ന് പ്രിഫർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഷ്യസ് ആയിട്ട് എടുക്കുന്ന ഡിസിഷൻസ് ആണ് നമ്മൾ വാല്യൂ സിസ്റ്റം ബേസ് ചെയ്ത് ലൈഫ് കണ്ടക്ട് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത്. പ്രധാനമായിട്ടും മനുഷ്യരെല്ലാവരും തന്നെ ബേസിക്കലി അവരുടെ ഒരു ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷന് കൂടുതലായിട്ട് എൻ്റർടൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണ്. അപ്പോൾ നമ്മുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഗ്രാറ്റിഫിക്കേഷൻ്റെ മുകളിൽ ലോങ് ടേം ആയിട്ടുള്ള ബെനിഫിറ്റ്സ് എയിം ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള വാല്യൂസാണ്, റൂൾസും അല്ലെങ്കിൽ എത്തിക്സും അതുപോലെ തന്നെ മോറലായിട്ടുള്ള വാല്യൂസും ആണ് ഈ വാല്യൂ സിസ്റ്റത്തിനകത്ത് കൂടുതലായിട്ടും വരുന്നത്. അത് തീർച്ചയായിട്ടും ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന സൊസൈറ്റിയുടെ ഫങ്ഷനിങ് കുറെ കൂടെ ഇമ്പ്രൂവ് ആവുകയും സബ്സിക്വൻ്റ്ലി അവരുടെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇമ്പ്രൂവ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം നമ്മുടെ വാല്യൂ സിസ്റ്റം ഓവർ ദ ടൈം ഹിസ്റ്റോറിക്കലി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ക്രോസ് കൾച്ചറലി നോക്കുകയാണെങ്കിൽ എപ്പോഴും ഒരു സെറ്റ് ഓഫ് പീപ്പിളിനെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷനെ അല്ലെങ്കിൽ ഒരു സിവിലൈസേഷനെ മോൾഡ് ചെയ്ത് കൊണ്ടുവരുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ ഒരു ജനറേഷനെ സിവിലൈസ്ഡ് ആക്കുന്ന കാര്യത്തിൽ വാല്യൂ സിസ്റ്റം എപ്പോഴും ഹെൽപ്പ് ചെയ്യുന്നതായിട്ടാണ് പൊതുവിൽ കാണാനായിട്ട് കഴിയുന്നത്. അപ്പം നമ്മുടെ ഒരു ഹ്യൂമൻ ബീയിങ്ങിൻ്റെ അല്ലെങ്കിൽ ഒരു പോപ്പുലേഷൻ്റെ ലൈഫിൽ നിന്ന് അല്ലെങ്കിൽ അവരുടെ ഡെയിലി അഫെയറിൽ നിന്ന് ഈ വാല്യൂ സിസ്റ്റം എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ഒരു കെയോട്ടിക് സിറ്റുവേഷൻ ആയിരിക്കും നമ്മുടെ സൊസൈറ്റിയിലും അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ലൈഫിലും സംഭവിക്കുക എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ വാല്യൂ സിസ്റ്റത്തിന് വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുക. നമ്മുടെ ലൈഫ് കുറെ കൂടെ ബെറ്റർ ആക്കുന്നതിലും ഫങ്ഷനിങ് ആക്കുന്നതിലും എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അത് കൂടുതലും റിലീജിയസ് ആയിട്ടുള്ള ടീച്ചിങ്സിലും അല്ലെങ്കിൽ ഫാമിലീസിൽ നിന്നുമാണ് വാല്യൂ സിസ്റ്റം കൂടുതലായിട്ട് അടുത്ത ജനറേഷനിലേക്ക് പാസ് ചെയ്ത് വരുന്നത്. അപ്പോൾ നമ്മൾ വാല്യൂ സിസ്റ്റം കൂടുതലായിട്ട് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ കുറെ കൂടെ ബെറ്റർ ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ഫാമിലി ഫങ്ഷനിൽ നിങ്ങൾക്ക് ഉണ്ടാകുകയും അത് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലൈഫും അതുപോലെ തന്നെ സൊസൈറ്റി കുറെ കൂടെ ബെറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നതിനും ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വസ്തുതയാണ്. അത് നിങ്ങളുടെ മാനസികാരോഗ്യം സബ്സിക്വൻ്റ്ലി ഹെൽപ്പ് ചെയ്യുമെന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ നിങ്ങൾക്ക് ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു മെൻ്റൽ ഹെൽത്ത് ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.